ശ്രുതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ എനിക്ക് ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല, കൗൺസിലേഴ്സിനെ എനിക്ക് ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല. എല്ലാവരിലും ഒരു സിമ്പതിയിൽ കൂടെയുള്ള നോട്ടാ ശ്രുതിനെ. ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതിന് വേറൊരു കൗൺസിലിംഗ് എടുക്കാനോ ആരെ മുന്നിലോ നിന്നോ എടുക്കാനോ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രുതിയെ കേൾക്കാനും കൂടി ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു. കാരണം ശ്രുതി പെട്ടെന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കുട്ടിയാണ്. ഇത്താന് മുന്നേ കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് അറിയാം. അപ്പോൾ ഇത്താനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞു. ഇത്താനോട് എല്ലാ കാര്യവും ഞാൻ ഷെയർ ചെയ്യായിരുന്നു. ജോലി പ്രഖ്യാപിച്ചു അങ്ങനെയല്ലോ. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ശ്രുതിയെ പോലത്തെ ഒരാളല്ലാണ്ട് വേറെ ആരെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? GCC 24 ലൈവിലൂടെ ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്ന നമ്മുടെ അതിഥികൾ UAE സാമൂഹ്യ പ്രവർത്തകയും ഓഡിയോളജിസ്റ്റും അതിലുപരി മികച്ചൊരു എഴുത്തുകാരിയുമൊക്കെയായ ഡോക്ടർ താഹിറ കല്ലുമുറിക്കൽ. അതോടൊപ്പം വയനാടിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ മുഖങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറി. അതിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നമ്മുടെ സ്വന്തം അനിയത്തിക്കുട്ടി ശ്രുതി. താഹിറ, ഈ സാമൂഹ്യ പ്രവർത്തനവും എഴുത്തും ഒപ്പം ഓഡിയോളജിസ്റ്റ് എന്ന ഈ ഒരു ലെവലിലുള്ള ജോലിയും ഒക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ? നമ്മൾ പറയില്ലേ, ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ജോലി ബൈ ഡിഫോൾട്ട് നമ്മളൊക്കെ +2 ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് എന്താവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഫീൽഡ് ചൂസ് ചെയ്യണതും. അന്ന് കേരളത്തിൽ ഈ കോഴ്സ് ആദ്യമായിട്ട് തുടങ്ങുന്ന 2001 കേരളത്തിലെ ആദ്യത്തെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കോഴ്സിന് ജോയിൻ ചെയ്തു. അതിൽ മെയിനായിട്ട് ഇങ്ങനെ സംസാര വൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുക, ചെവി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ, അങ്ങനത്തെ ഒരു മെഡിക്കൽ ഫീൽഡാണ്. ആ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംസാരിപ്പിക്കാൻ എനിക്കൊരു കാരണമാവുക എന്ന് പറയുന്നതും കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ കേൾപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെ ആ കോഴ്സ് ചൂസ് ചെയ്തു, അത് പഠിച്ചു. പിന്നെ എഴുത്ത് വായന ആദ്യമേ കൊണ്ട് നടക്കുന്നതാണ്, എഴുത്തല്ല കേട്ടോ, വായന. പിന്നെ നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പല രീതിയിലാണ് മെഡിറ്റേഷൻസ് ഒക്കെ ചൂസ് ചെയ്യാം. ചിലർ പാട്ട് കേൾക്കും, ചിലർ യാത്ര ചെയ്യും, അല്ലെങ്കിൽ ചിലർ വരയ്ക്കും. എനിക്ക് എൻ്റെ ഒരു ഓൺ കണ്ടെത്തിയ മെഡിറ്റേഷനാണ് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഒരു എഴുത്തിൻ്റെ വഴികളിലോട്ടൊക്കെ പോയത്. ശ്രുതി വയനാട്ടിൽ നിന്ന് ഒരാൾ മാത്രമാണ്. അവിടെ ശ്രുതിയെപ്പോലെ വേദന അനുഭവിക്കുന്ന, മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ശ്രുതിക്ക് സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ഞാൻ മീഡിയയിൽ പെട്ടതുകൊണ്ടാണ് എന്നെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. കാരണം എന്നെപ്പോലെ തന്നെ അറിയാത്ത ഒരുപാട് പിള്ളേരുണ്ട്. എന്നെപ്പോലെ തന്നെ ആരും അനാഥയായ ഒരുപാട് പിള്ളേരും ഉണ്ട്. പക്ഷേ മീഡിയയിൽ ഓൾമോസ്റ്റ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ശ്രുതിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, എല്ലാം കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു വർത്തമാനം എല്ലാവരുടെയും ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇതിൽ ഞാൻ മീഡിയേൻ്റെ ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരുമില്ല എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട സിറ്റുവേഷനൊന്നും വരുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരാൾ കൈത്താങ്ങായിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ എന്നെപ്പോലെ ഒറ്റപ്പെട്ട ഒരുപാട് പിള്ളേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുന്നോട്ട് വരിക, മുന്നോട്ട് ജീവിക്കുക. നമ്മളെപ്പോഴും സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ശ്രുതി പെട്ടെന്നൊന്ന് ഒറ്റപ്പെട്ടു പോയ ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടേക്കുള്ള മാറ്റം, ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് ഈ കണ്ണിൽ കാണുന്ന തിളക്കത്തിൻ്റെ രഹസ്യം എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ മനസ്സിനെ പാകപ്പെടുത്താൻ സാധിച്ചത്? അതൊന്ന് പറയാമോ? ചേച്ചി ഒറ്റയ്ക്കായി എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു മുന്നോട്ടുള്ളൊരു ജീവിതമാണ്. ഞാൻ ഒറ്റയ്ക്കായല്ലോ, എല്ലാം ഓരോ സമയത്ത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിനി ജീവിച്ചേ പറ്റൂ. അപ്പോൾ എപ്പോഴും ഒരു സിമ്പതിൻ്റെ പേരിലോ ഒരു സങ്കടത്തിൻ്റെ ഇതിലോ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഫാമിലി എല്ലാവരും ആഗ്രഹിച്ചത് ഞാൻ നന്നായിട്ട് ഇരിക്കണം, ഹാപ്പി ആയിട്ട് ഇരിക്കണം. അത് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും സങ്കടപ്പെട്ട് അവരൊന്നും കൂടെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാലേ എന്നെ വിട്ടുപോയ ആൾക്കാരുടെ ആത്മാവ് അവർ സന്തോഷമായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ, ശരിക്കും എൻ്റെ ഒരു മെൻറ്റർ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതിന് വേറൊരു കൗൺസിലിംഗ് എടുക്കാനോ ആരെ മുന്നിലോ നിന്നോ എടുക്കാനോ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. ശ്രുതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ എനിക്ക് ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല, കൗൺസിലേഴ്സിനെ എനിക്ക് ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം ഒരേ തരത്തിലുള്ള ടോണ്, ഒരേ തരത്തിലുള്ള സംഭവങ്ങൾ, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നിങ്ങൾ അങ്ങനെ ചെയ്യണം പറയാൻ എളുപ്പമാണ്, പക്ഷേ കേൾക്കണമല്ലോ.
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രുതിയെ കേൾക്കാനും കൂടി ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു. കാരണം ശ്രുതി പെട്ടെന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കുട്ടിയാണ്. അപ്പോൾ ശ്രുതി പറയുന്നത് കേൾക്കാനാണ് ഒരുപാട് പേരുണ്ടായിരുന്നത്. പക്ഷേ ശ്രുതിയെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ അവളുടെ കുടുംബക്കാരുണ്ടെങ്കിൽ പോലും അവരും വലിയൊരു ഷോക്കിൽ നിന്ന് നിൽക്കുന്ന ഒരാൾക്കാർ. അപ്പോൾ ഈ ശ്രുതി എന്ന കുട്ടിയെ കേൾക്കാനും കൂടി ആരെങ്കിലും വേണം എന്നുള്ള നിലയിലാണ് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് മെസ്സേജ് അയക്കാറും മീൻസ് സംസാരിക്കാറും അവളെ കേൾക്കാൻ ശ്രമിച്ചതാണ്. ആ കേൾക്കാൻ ശ്രമിച്ചതിൽ ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധം വന്നു. എന്താ പറയുക, ഒരു സിസ്റ്റർലി ഫീലിങ്സ് തന്നെ പറയാം. ആ ബന്ധത്തിലാണ് ഇന്ന് ശ്രുതി എൻ്റെ കൂടെ ഇവിടെ UAE-യിലും ഇതിൻ്റെ മുന്നേ കൊച്ചിയിലും അവൾ ആ മാംഗല്യം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മുടെ മമ്മൂക്കാൻ്റെ ഒക്കെ കൂടെ എത്തിപ്പെടാനും ഒക്കെ ഉണ്ടായ ഒരു കാരണം. ആദ്യ വിദേശയാത്രയല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ നോക്കിക്കാണുന്നു അതിനെക്കുറിച്ച്? അവിടുന്ന് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചും കൊണ്ട് ഇത്താന് മുന്നേ കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് അറിയാം. അപ്പോൾ ഇത്താനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞു. ഇത്താനോട് എല്ലാ കാര്യവും ഞാൻ ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ എനിക്കൊരു ചേഞ്ച് വേണം, വീട്ടിൽ നിന്നാൽ മെൻ്റലി ഞാൻ റെഡി ആവില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഇത്താനോട് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വിദേശ യാത്രയിലോട്ട് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ വന്നതിനെക്കാട്ടി ഒരുപാട് ചേഞ്ചായി എനിക്ക് ഇവിടെ എത്തിയപ്പോൾ. ഹാപ്പി അറ്റ്മോസ്ഫിയർ അല്ലേ? അതന്നെ. അപ്പോൾ ഇനിയുള്ള പ്ലാൻ എന്താ? അപ്പോൾ UAE-യിലേക്ക് വന്നു, ഹാപ്പി അറ്റ്മോസ്ഫിയർ ആണ്, ഇനി അങ്ങോട്ടുള്ള യാത്ര എന്താണ്? ഇന്നലെ ജോലി പ്രഖ്യാപിച്ചു, അറിഞ്ഞല്ലോ. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ കിട്ടുന്ന സമയം ഇത്താൻ്റെ കൂടെ തന്നെ നിന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിലൂടെ ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതിന് വലുത് വേറൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ അതാണിപ്പോൾ മുന്നോട്ടുള്ള പ്ലാനിങ്. ഓക്കെ. താഹിര, ഈ സോഷ്യൽ വർക്കിൽ നമ്മുടെ ശ്രുതി കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും വയനാട്ടിൽ നിന്നും ശ്രുതി UAE-യിൽ എത്തിയതിന് ശരിക്കും ഒരു മോട്ടീവ് ഉണ്ടല്ലേ? ഒരുപാട്. എനിക്കത് അവൾ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നല്ല സന്തോഷമാണ് തോന്നുന്നത്. നമ്മൾ കാരണം വേറൊരാൾക്ക് അങ്ങനെ സമൂഹത്തിന് ഗുണമുള്ളൊരു കാര്യം ചെയ്യാനൊരു പ്രചോദനമാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സംതൃപ്തിയുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം ഇത് അതായത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ തോന്നുന്ന കുറേ ആളുകളുണ്ട് നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള. അവർക്ക് ശ്രുതി കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ശ്രുതിയുടെ ചിരിച്ച ഫോട്ടോയുടെ താഴെ കാണുന്ന ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട്. അതിനോട് ശ്രുതിക്ക് എന്താണ് പ്രതികരണം? എനിക്കും ചിരിച്ചല്ലേ പറ്റുള്ളൂ ചേച്ചി. എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതല്ലല്ലോ ജീവിതം. എൻ്റെ പാരൻസ് ആഗ്രഹിച്ച പോലെ എനിക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടേ ഇരുന്നിട്ടുള്ളൂ. ഒരു ചെറിയ ഫാമിലി, അതിൽ സന്തോഷിക്കാനേ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിരുന്നു പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ചിരിക്കണം. എനിക്കിനി ചിരിച്ചുകൊണ്ട് വേണം എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ എല്ലാ പ്രശ്നത്തിനും ഒരു ചിരിയിലൂടെ മാത്രം അത് സോൾവ് ചെയ്യാൻ എനിക്ക് കഴിയുള്ളൂ. ആദ്യമൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് കാണുമ്പോൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാനായിട്ട് തന്നെ ചിന്തിച്ചു, വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ വലിയ മൈൻഡാക്കാറില്ല. പറയേണ്ടവർ പറഞ്ഞോട്ടെ, അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനേ കഴിയുള്ളൂ. ഫേസ് ചെയ്യേണ്ടത് ഞാനാണ്. എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് മുന്നോട്ട് ചിരിക്കുക അല്ലാണ്ട് വേറൊരു ഓപ്ഷനില്ല. എനിക്ക് കരഞ്ഞുകൊണ്ടിരുന്നതിന് എൻ്റെ ജീവിതം മുഴുവൻ ആ ഒരു കരച്ചിലിൽ തന്നെ തീർന്നു. എനിക്ക് ചിരിച്ചാലേ എൻ്റെ ഒപ്പം എനിക്ക് കൂട്ടായിട്ട് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. അവർ എനിക്ക് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ചിരിക്കണം. ഞാൻ നല്ലപോലെ ഇരുന്നാലേ അവരും നന്നായിട്ട് ഇരിക്കുള്ളൂ. പുസ്തകം തുറന്നു തന്നൊരു വലിയ ജീവിതത്തിന്റെ ഭാഗമാകാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. എല്ലാവിധ ആശംസകളും എഴുത്തുകാരിക്കും, അത് ഇനി ബുക്കിന്റെ രൂപത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഈ വ്യക്തിക്കും, നമ്മുടെ ശ്രുതിക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. താങ്ക് യു.